ഹായ് ഡേയേഴ്സ്, ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് ബീഡ് നമ്മൾ റെഡ് ക്ലോത്തിൽ ചെയ്യുന്നതുകൊണ്ട് അതൊരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറുള്ള കളറുകൾ ചൂസ് ചെയ്തിട്ട് മറ്റുള്ള ഡ്രസ്സിൽ ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്രീ ഹാൻഡായിട്ടാണ് ഞാൻ ഈ പാറ്റേൺ വരച്ച് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പാറ്റേൺ ഒന്ന് പ്രിൻറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് വെച്ചിട്ട് നിങ്ങൾ സ്കെച്ച് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ വർക്കാണ്. നമ്മുടെ യോക്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നൊരു ഡിസൈനാണ്. പിന്നെ നെക്ക് നിങ്ങൾക്ക് ഏത് നെക്ക് വേണേലും ചെയ്ത് കൊടുക്കാം. ആ നെക്കിൽ ഏത് നെക്കുള്ള കുർത്തിയിലാണെങ്കിലും ഈ ഒരു ഡിസൈൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം കട്ട് ബീഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വൈറ്റ് കട്ട് ബീഡ്സാണ് എടുത്തേക്കുന്നത്. പിന്നെ കട്ട് ബീഡ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ബീഡ്സും കൂടി യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പമുള്ള കട്ട് ബീഡ്സാണ് എടുത്തേക്കുന്നത്. കുറച്ചുകൂടി ചെറിയ കട്ട് ബീഡ്സ് കിട്ടുവാണെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഇതുപോലെ സെൻട്രലിൽ നമുക്ക് ഒരു ബീഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്കിതിൻ്റെ റൗണ്ടിലൊന്ന് കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒന്നിച്ച് കോർത്തെടുക്കുക, അതിനുശേഷം 4 സൈഡുകൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. ആ രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു 5 ബീഡ് ചുറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അത് വെച്ച് നോക്കിയതിന് ശേഷം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിടത്ത് തന്നെ താഴേക്ക് കുത്തി കൊടുത്താൽ മതിയാവും. അതിനുശേഷം എല്ലാ സൈഡുകളും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. 4 സൈഡുകൾ മസ്റ്റായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ ബീഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അതൊരു വൃത്തികേടായിരിക്കും. അത് നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ രീതിക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം പിന്നെ നമുക്ക് ഔട്ടർ ലെയറിലേക്കുള്ള ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഫ്ലവർ പാറ്റേൺ ചെയ്യുന്നതൊക്കെ തീർച്ചയായിട്ടും കട്ട് ബീഡ്സ് കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഷുഗർ ബീഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പം കംപ്ലീറ്റ് ആയിട്ടും കട്ട് ബീഡ്സാണ് എടുത്തേക്കുന്നത്. ഷുഗർ ബീഡ്സ് വേണമെന്നൊന്നുമില്ല, കട്ട് ബീഡ്സ് കൊണ്ട് ചെയ്താലും മതിയാവും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ലൈൻസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ 3 കട്ട് ബീഡ്സാണ് എടുത്തേക്കുന്നത്. 3 എണ്ണം എടുത്താൽ മതിയാവും, അത് കൂടുതൽ എടുക്കണമെന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിൽ വലിയൊരു ഫ്ലവറൊക്കെയാണ് വരച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ബീഡിൻ്റെ എണ്ണമൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 6 ലൈനാണ് കൊടുത്തിരുന്നത്. 6 ലൈനും ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ടർ ലെയറിൽ വരുന്ന ഫ്ലവർ പാറ്റേൺ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ പാറ്റേൺ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാറ്റേൺ നല്ല ഭംഗിയായിട്ട് തന്നെ വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ആ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടും അതേപോലെ ഒന്ന് ഫോളോ ചെയ്ത് ഫില്ല് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ആ ഒരു വർക്കിൻ്റെ ഫിനിഷിങ് കിട്ടും കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പം ഈ ഒരു ഔട്ടർ ലെയറിൽ ഫ്ലവേഴ്സ് ചെയ്യുന്നത് 2 ലെയറിലാണ് നമ്മൾ ആ ഒരു തമ്പനെയിൽ പിക്ചറിൽ കണ്ടത്. അപ്പോൾ ഞാൻ എടുത്ത ബീഡ് അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ലെയറേ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ 2 ലെയർ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. 2 ലെയറാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇനി ഒരു ലെയറേ ചെയ്തുള്ളതിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ കുറച്ചുകൂടി ചെറിയ ബീഡ് എടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് 2 ലെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് നമ്മൾ ആ ഒരു ഫ്ലവർ പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈൻ വർക്കാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ഓരോ ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഡിസൈൻ പല ബൊട്ടിക് ഡിസൈനിലും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഇവരുടെ അല്ലാതെ മൂൺ ഗോഡസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണിത്. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞ പോലെ വേറുള്ള ഡ്രസ്സിൽ വേറുള്ള ബീഡ്സ് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സമയം ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ റെഡിൽ വൈറ്റ് കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. നേരെ തിരിച്ച് വൈറ്റിൽ റെഡ് കൊണ്ട് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ് ഈ ഒരു ഡിസൈൻ കാണാനായിട്ട് അല്ലേ. ഔട്ട്ലുക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത്. അതുപോലെ ചെയ്യാൻ ഒരുപാട് പാടൊന്നുമില്ലാത്ത ഈസി ഒരു വർക്കാണ് താനും. അപ്പോൾ ഇതേപോലെയാണ് ഫ്ലവർ നമ്മൾ ചെയ്തെടുക്കുന്നത്. എല്ലാ ഫ്ലവേഴ്സും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 ലെയർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒട്ടും ഗ്യാപ്പ് വരാതെ അടുത്ത ലെയറോട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാ ഫ്ലവേഴ്സും ഈ ഒരു രീതിയിലാണ് ഫില്ല് ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ലീഫും സ്റ്റെമ്മും ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റെം പാറ്റേൺ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. സ്റ്റെമ്മും നമ്മൾ ഇതേപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഓരോ ബീഡ്സ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റെമ്മും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലീഫും ആ ഒപ്പം തന്നെ ചെയ്തു പോവുകയാണ്. ലീഫ് പാറ്റേൺ നമ്മൾ സാധാരണ ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ്. അതായത് 3 ബീഡ്സ് വെച്ചിട്ട് ചെരിച്ച് കൊടുത്തിട്ട് ചെയ്യുന്ന അതേ പാറ്റേൺ ആണ്. അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ല ഡിസൈൻ പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് ലീഫും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ലീഫുകളും നമ്മൾ ഇതേ രീതിയിലാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലീഫും സ്റ്റെമ്മും പാറ്റേണും അതുപോലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് വരുന്ന ആ ഒരു റൗണ്ട് ഡിസൈൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല വർക്കാണ്.
ഇപ്പോൾ ലീഫ് പാറ്റേൺ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ 3 ലെയറായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന കട്ട് ബീഡ്സ് തീരെ ചെറുതാണെങ്കിൽ 3 ബീഡിന് പകരം 4 ബീഡ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ 3 ബീഡ് വേണമെങ്കിൽ അത് മാത്രമായിട്ട് ചെയ്താലും മതിയാവും. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ ലീഫും കംപ്ലീറ്റ് ചെയ്തെടുക്കണേ, നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റൗണ്ട് പാറ്റേൺ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സെയിം മുമ്പേ ചെയ്ത പോലെ തന്നെ ഒരു ബീഡ് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ ഔട്ടർ ലെയറിലായിട്ട് നമുക്ക് കട്ട് ബീഡ്സ് ഒന്നിച്ച് കോർത്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ അതിൻ്റെ ഔട്ടർ ലെയറിൽ ഒരു ലെയറോട് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 5 ബീഡൊക്കെ വെച്ച് കൊടുത്താൽ മതിയാവും. നമ്മൾ അതിൻ്റെ ഔട്ടർ ലെയറിൽ ചെയ്യുമ്പോൾ 10 ബീഡൊക്കെ വേണ്ടി വരും. അത് നിങ്ങൾ വരയ്ക്കുന്ന ആ ഒരു ഡിസൈൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ അല്ലേ. ഹെവി ആയിട്ട് ഒരു ഡിസൈനും വരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും ഫോട്ടോസ് അയച്ചു തരണേ. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പറും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഒക്കെ ഉണ്ട്. ആർക്കെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ ഏത് തന്നെയാണെങ്കിലും അത് നമുക്ക് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് കേട്ടോ. എനിക്കറിയാം നമ്മൾ വീഡിയോസ് ഡബ് ചെയ്യുമ്പോൾ ഒരുപാട് അതർ സൗണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു സൗണ്ട് ഇങ്ങനെ വരും. അത് നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെയാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളതൊന്ന് ഇഗ്നോർ ചെയ്യണേ. അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേണും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ വരുന്നത്. ഇതേപോലെ നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ടും വരച്ചു കൊടുത്തേക്കുന്ന ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. നമ്മൾ തമ്പനെയിൽ കണ്ടില്ലേ, അതേ സെയിം പിക്ചർ തന്നെ അതേപോലെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല അടിപൊളി വർക്കല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. താങ്ക്